കോവിഡ് കാലത്തേക്ക് ഉച്ചക്കത്തെ ഊണിന് വളരെ സ്വാദിഷ്ടമായ വളരെ ന്യൂട്രീഷ്യസ് ആയ ഒരു ഹെർബൽ തൈർ സാദമാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: ചെറിയ ഇഞ്ചി 2 കഷ്ണം ചെറുതായി കൊത്തിയരിഞ്ഞത്, ക്യാരറ്റ് മീഡിയം ക്യാരറ്റ് 2 എണ്ണം ചീകി വെച്ചിരിക്കുന്നത്, എരിവില്ലാത്ത പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സബോള 1 സബോള കൊത്തി അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ ബാക്ക് യാർഡിൽ കിട്ടുന്ന ഏതെങ്കിലും പച്ചിലകൾ. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 1 തണ്ട് മുരിങ്ങയിലയും 2 തണ്ട് വേലിച്ചീരയുടെ ഇലയുമാണ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ കടുക് വറുക്കാനായിട്ട് ഉള്ള പച്ചമുളക്, ഉണങ്ങിയ മുളക്, കടുക്, പിന്നെ അത്യാവശ്യമായിട്ടുള്ളത് നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിച്ചോറ് 2 കപ്പ്. നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിച്ചോറാണ്, അതും വേണം. ഹെർബൽ തൈർ സാദം നമുക്കിനി ഉണ്ടാക്കാം. ആദ്യം തവ വെച്ച് കടുക് വറുക്കുക. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കടുകിടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി, സബോള, ക്യാരറ്റ്, ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിൽ തക്കാളി അരിഞ്ഞു വെച്ച തക്കാളി അരിയാം. പച്ചമുളകും തക്കാളി, പച്ചമുളക്, ഇത് നമുക്ക് ഇലയും ആഡ് ചെയ്യാം. മുരിങ്ങയില ആഡ് ചെയ്തു, ചീര, പച്ച ചീരയുടെ ഇല, അപ്പോൾ മിക്സ് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി ഇതിനോട് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് ചോറ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ വേവിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് ഈ മിക്സ് വാങ്ങി വെച്ചിട്ട് ഇതിനോട് നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത നല്ല തൈര് ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഇളക്കി ഉപ്പ് പാകത്തിന് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വയ്ക്കാം. തൈര് ചേർത്ത് കൊടുക്കുക. നല്ല തൈര്. രണ്ട് കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി. സാധനം റെഡി. തൈര് സാധനം റെഡി ആയിട്ടുണ്ട്.